ഈ തെയ്യം നടുവിൽ പള്ളിത്തട്ട് മന്നംകണ്ടി തറവാട്ടിലാണ് കെട്ടിയാടിയത്. അവിടെ നിന്നും 2 കിലോമീറ്റർ ദൂരെയുള്ള നടുവിൽ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലും പൊള്ളോലിടം തറവാട്ടിലും ഉദയോത്തരം തറവാട്ടിലേക്കും പുലർച്ചെ പുറപ്പെടുന്ന യാത്രയാണ് പെരുവാറ്റ് യാത്ര. പെരുവാറ്റ് വാച്ചിൽ എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. നേരത്തെ പണ്ടുകാലത്തൊക്കെ ഇടവഴികളിലൂടെ പോകുന്ന തെയ്യം ഇന്ന് പ്രധാനപ്പെട്ട റോഡുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. വാഹനങ്ങൾ ചീറിപ്പായുന്നതിലൂടെ അരികിലൂടെയാണ് ഈ യാത്ര. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തെയ്യത്തിന്റെ കൂടെ അകമ്പടിക്കാരോ വാദ്യക്കാരോ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. കൗതുകത്തിന് വേണ്ടി ആരെങ്കിലും ദൂരെ നിന്ന് കാണുകയോ അതിനെ പിന്തുടരുകയോ ചെയ്തേക്കാം, കുട്ടികളോ മറ്റോ. അല്ലാതെ തെയ്യത്തിന്റെ പാരമ്പര്യ അകമ്പടിക്കാർ ആരുമില്ലാതെ ഒറ്റയ്ക്കാണ് ഇത്രയും ദൂരം തെയ്യം സഞ്ചരിച്ച് തിരിച്ച് തെയ്യം കെട്ടിയാടിയ അതേ ദേവസ്ഥാനത്ത് തിരിച്ചെത്തുക. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് നടുവിൽ ബാലവാടിക്കടുത്ത് നിന്ന് താഴേക്കുള്ള ഒരിട റോഡിലൂടെ കടക്കുമ്പോൾ 3 തെരുവുനായ്ക്കൾ തെയ്യത്തിന് നേരെ പാഞ്ഞെടുത്തത്. ഇത് വളരെ ദൂരെ നിന്ന് ഞാൻ വീഡിയോയിൽ പകർത്തുമ്പോഴാണ് യാദൃച്ഛികമായി അത് കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ പിടിക്കുന്ന നിർത്തി നേരെ ഒരു വടിയെടുത്ത് മുന്നിലേക്ക് ഓടി. അതിനു മുന്നേ തന്നെ തെയ്യത്തിന്റെ അലർച്ചയും അട്ടഹാസവും കേട്ടപ്പോൾ തെരുവുനായ്ക്കൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് ആ തെരുവുനായ്ക്കൾ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അതിനു മുന്നേ കുറച്ച് ദൂരം തെയ്യത്തിനും വളരെ മുന്നിൽ ഒരു സെക്യൂരിറ്റി എന്ന പോലെ സഞ്ചരിച്ചിരുന്നു. പിന്നീട് ഞാൻ തിരികെ പോയി. ഈ വീഡിയോ ആണ് പിന്നീട് ഇന്നിപ്പോൾ എല്ലാ മാധ്യമങ്ങളും സംപ്രേഷണം ചെയ്തത്. എൻ്റെ ഫേസ്ബുക്കിൽ നിന്നാണ് അവർ പകർത്തിയത്. ആരും അനുമതി ചോദിച്ചിരുന്നില്ല എന്നുള്ളതൊരു ഖേദകരമായ വസ്തുതയാണ്. ഈ വീഡിയോ കാണുക. ഇവിടെ നിന്നാണ് തെരുവുനായ്ക്കൾ ഓടിയെടുക്കുന്നത്. തെയ്യത്തിന്റെ അട്ടഹാസവും ചിലമ്പൊലി ശബ്ദവും ഒക്കെ കേട്ടപ്പോൾ നായ്ക്കൾ ഓടി മറഞ്ഞു. പിന്നീട് തെയ്യം തന്റെ യാത്ര തുടരുകയാണ്. അന്നകലെ ഏകനായി ഉദയോത്തിടം തറവാട്ടിലേക്കുള്ള യാത്രയാണിത്. ഗ്രാമീണ വഴികളിലൂടെ ഒറ്റയ്ക്ക്. നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമെന്ന നിലയിലാണ് ഈ ആചാരം നടന്നു വരുന്നത്.